റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിയിൽ വിശദീകരണവുമായി ഒയാസിസ് കമ്പനി. മലമ്പുഴയിൽ നിന്ന് വെള്ളം ആവശ്യമില്ലെന്നും മഴവെള്ള സംഭരണിയിൽ വെള്ളം കണ്ടെത്തുമെന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. കമ്പനി ആരംഭിച്ചാൽ ജലക്ഷാമം, മലിനീകരണം എന്നിവ ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ട. പദ്ധതിക്ക് അനുമതി തേടാൻ ആർക്കും കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും കമ്പനിയുടെ വിശദീകരണം. കമ്പനിയെക്കുറിച്ച് പഞ്ചായത്തിന് അറിയില്ലെന്ന വാദവും തെറ്റെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, കമ്പനിയുടെ ഭാഷ്യത്തിനായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് കമ്പനി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇക്ബാൽ. അരുൺകുമാർ, അതായത് എലപ്പുള്ളിയിൽ ആരംഭിക്കാൻ പോകുന്ന ഈ ബ്രൂവറിക്കെതിരെ പ്രധാനം ഉയർന്ന പരാതികൾ എന്ന് പറയുന്നത് ജലചൂഷണം ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ മലിനീകരണം ഉണ്ടാവും. ഇതുമൂലം എലപ്പുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ദുസ്സഹമാക്കും ഈ ബ്രൂവറി കമ്പനി എന്നായിരുന്നു ഈ കമ്പനിക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ. എന്നാൽ ഈ പരാതികളിൽ കൃത്യമായി തന്നെ കമ്പനി അവരുടെ വിശദീകരണം നൽകുകയാണ്. ഈ ബ്രൂവറി കമ്പനി ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ജലചൂഷണം ഉണ്ടാവില്ല, അതിനോടൊപ്പം തന്നെ മലിനീകരണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. 5 ഏക്കറിൽ കമ്പനി ഇപ്പോൾ എലപ്പുള്ളിയിലെ ഈ മണ്ണുകാട് പ്രദേശത്ത് വാങ്ങിയിട്ടുള്ള 26 ഏക്കറിൽ 5 ഏക്കറിൽ വലിയ ബൃഹത്തായിട്ടുള്ള ഒരു മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നുണ്ട്. ഇതിലുള്ള ജലം മാത്രം മതിയാവും മദ്യോൽപാദനത്തിന് എന്നാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല, ആവശ്യമെങ്കിൽ മാത്രമേ മലമ്പുഴയിൽ നിന്നുള്ള കിൻഫ്ര പ്ലാന്റിൽ വഴിയുള്ള വെള്ളം സ്വീകരിക്കൂ എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മഴവെള്ള സംഭരണി ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ എലപ്പുള്ളിക്ക് സമീപത്ത് തന്നെയുണ്ട്. കിൻഫ്രയിൽ ഈ മഴവെള്ള സംഭരണി വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈ മഴവെള്ള സംഭരണി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എലപ്പുള്ളിയിൽ ഈ ഒരു കാര്യം എതിർക്കുന്നു എന്നാണ് കമ്പനി അധികൃതർ ചോദിക്കുന്നത്. മാത്രമല്ല, എഥനോൾ മദ്യം നിർമ്മിച്ചതിന് ശേഷമുള്ള മാലിന്യം ഉപയോഗിച്ച് കാലിത്തീറ്റയും അതുപോലെ തന്നെ ഡ്രൈഡ് ഐസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കും, അതുകൊണ്ട് തന്നെ മലിനീകരണം ഉണ്ടാവും എന്ന് പറയുന്ന വാദവും തെറ്റാണെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. മാത്രമല്ല, കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 2.5 വർഷത്തിന് ശേഷം കമ്പനിയുടെ പ്രദേശത്ത് തന്നെ 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ ആകും. ഇതിൽ 3 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ളത്. ബാക്കിയുള്ള 3 മെഗാവാട്ട് വൈദ്യുതി അത് KSEBക്ക് നൽകാൻ കഴിയുമെന്നും കമ്പനി അധികൃതർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊഴിലവസരവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ CPM ഉൾപ്പെടെ ഈ കമ്പനിയെ ന്യായീകരിച്ച് പറഞ്ഞിരുന്നത് ഈ കമ്പനി നൽകാൻ പോകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചാണ്. കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകുന്നു. 1200 പ്രദേശവാസികൾക്കാണ് ബ്രൂവറി ആരംഭിച്ചാൽ എലപ്പുള്ളിയിലെ 1200 പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. ഇതിൽ തന്നെ ആദ്യ മുൻഗണന നൽകുക ഈ പദ്ധതി ആരംഭിക്കാൻ പോകുന്ന എലപ്പുള്ളി പഞ്ചായത്തിലെ 6ാം വാർഡായ മണ്ണുകാട് പ്രദേശത്തുള്ളവർക്കാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഏതെങ്കിലും രീതിയിൽ ജലചൂഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളോ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അത് ജനങ്ങൾക്ക് കൃത്യമായി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ മണ്ണുകാട് പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ജോലി നൽകുന്നതെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്തിന് പാലക്കാട് തിരഞ്ഞെടുത്തു, എന്തിന് എലപ്പുള്ളി തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിലും കമ്പനിക്ക് കൃത്യമായി തന്നെ വിശദീകരണമുണ്ട്. അരിയുടെ ലഭ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുത്തതെന്നാണ് കമ്പനി പറയുന്നത്. കാരണം ഉപയോഗശൂന്യമായ അരി ഉൾപ്പെടെയാണ് കമ്പനി മദ്യോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അരി കൃത്യമായി തന്നെ പാലക്കാട് ഒരുപാട് തങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുത്തത്. ഏതായാലും അനുമതി നേടാൻ വേണ്ടി, കമ്പനി ആരംഭിക്കാനുള്ള അനുമതി നേടാൻ വേണ്ടി ഒരാൾക്ക് പോലും കൈക്കൂലി നൽകിയിട്ടില്ല. മാത്രമല്ല, പഞ്ചായത്ത് നിലവിൽ പറയുന്ന ഈ കമ്പനി വരാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. കാരണം പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മെമ്പറാണ് ഈ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സഹായിച്ചത്. മാത്രമല്ല, സ്ഥലം വാങ്ങിയതിനു ശേഷം കൃത്യമായി തന്നെ പഞ്ചായത്തിനെയും പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകിയിരുന്നു എന്നാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ആശങ്കയും വേണ്ട. മാത്രമല്ല, കൃത്യമായുള്ള തൊഴിലവസരങ്ങൾ നാട്ടിലുള്ളവർക്ക് നൽകും. അങ്ങനെയായിരിക്കും ബ്രൂവറി ആരംഭിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യലിലെ പ്രതിനിധി റിപ്പോർട്ടിനോട് സംസാരിക്കുമ്പോൾ അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഒയാസിസിന്റെ പ്രതികരണമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കാത്തിരുന്നത് ഒയാസിസ് എന്ന കമ്പനിക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്.